ഇത് കേട്ടാൽ എനിക്ക് മിക്കവാറും ഭ്രാന്ത് പിടിക്കും. നീ പറ. നമ്മുടെ ഹ്യൂമാനിറ്റി സ്പേസിലുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ എന്നുള്ള സംഭവം ഈ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വേറൊരു സിവിലൈസേഷന് മനസ്സിലാക്കണമെങ്കിൽ അവർ നമ്മുടെ ഏകദേശം 100 ലൈറ്റ് ഇയർക്കുള്ളിൽ നിൽക്കണം. അതെന്താ സംഭവം? ഒന്നുമില്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് സ്പേസിലേക്ക് ഒരുപാട് സിഗ്നൽസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. അതായത് ഹ്യൂമാനിറ്റി ഭൂമിയിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിഗ്നൽസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. പക്ഷേ ഈ സിഗ്നൽസ് മിക്കതും റേഡിയോ സിഗ്നൽസ് ആണ്. അതായത് ഈ സിഗ്നൽസ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യില്ല. അതായത് ഈ റേഡിയോ സിഗ്നൽസ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ഈ സിഗ്നൽസ് വീക്ക് ആവുകയും അത് ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽസിന് വെറും 100 ലൈറ്റ് ഇയേഴ്സ് മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വീക്ക് ആവുകയും അത് ഡിറ്റക്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇതിനെയല്ല ഹ്യൂമൻ റേഡിയോ ബബിൾ എന്ന് പറയുന്നത്? എടാ അത് തന്നെ, നമ്മുടെ ഭൂമിനെ സെന്റർ ആക്കിയിട്ട് 100 ലൈറ്റ് ഇയർ റേഡിയസിൽ ഒരു സ്ഫിയർ ഉണ്ടെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ബബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു സിവിലൈസേഷൻ ഈ ഹ്യൂമൻ ബബിളിന്റെ അകത്തുണ്ടെങ്കിൽ അവർ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് അയക്കുന്ന സിഗ്നൽസ് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അവർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം ഹ്യൂമാനിറ്റി ഈ ബബിളിനപ്പുറം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ലേ? ശരിക്കും സത്യാവസ്ഥ അതാണ്. നമ്മൾ ഹ്യൂമാനിറ്റി ഈ ഹ്യൂമൻ ബബിളിന്റെ അപ്പുറം ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. എടാ അപ്പൊ സോളാർ സിസ്റ്റം എത്ര ലൈറ്റ് ഇയർ വലിപ്പമാണ്? എടാ സോളാർ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ലൈറ്റ് ഇയേഴ്സിലല്ല പറയുന്നത്, ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് പറയുന്നത്. അതായത് ഒരു AU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് പറയുന്നത്. അതായത് ഏകദേശം 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് ഒരു AU. അപ്പൊ നമ്മുടെ സോളാർ സിസ്റ്റം എത്ര AU ആണ്? നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു ടൈപ്പ് ക്ലൗഡ് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഊർട്ട് ക്ലൗഡ്. ഓക്കെ, അപ്പോൾ ഈ ക്ലൗഡ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ വലിപ്പം ഏകദേശം 63,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ആയിരിക്കും. അതായത് 0.5 ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും. അതല്ല, നമ്മൾ ഈ ക്ലൗഡും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ഏകദേശം 1.5 ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും. അതായത് ഈ ക്ലൗഡിന്റെ തിക്നെസ് മാത്രം ഏകദേശം 1 ലൈറ്റ് ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സംഭവമാണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അറ്റത്ത് അതിന്റെ ബൗണ്ടറിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ്, ഒരു വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് സ്പേസിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ സൂര്യന് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്, നമ്മുടെ ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്. സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാരണമാണ് സൂര്യന് ചുറ്റും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാനറ്റ്സും മൂണുകൾ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത് നമ്മുടെ സൂര്യന് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ സൂര്യന് ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന ഒരു സ്ഫിയർ ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹീലിയോപോസ് എന്ന് വിളിക്കുന്നത്. എടാ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.5 ട്രില്യൺ കിലോമീറ്റേഴ്സ് അല്ലേ? അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം എന്ത് വലുതായിരിക്കും ആലോചിച്ച് നോക്കി. അതെ, നമ്മുടെ സോളാർ സിസ്റ്റം ഭയങ്കര വലിയ സംഭവമൊക്കെ തന്നെ. പക്ഷെ ഞാൻ നമ്മുടെ സോളാർ സിസ്റ്റത്തെ ചെറുതാക്കി കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭൂമിയും പ്ലാനറ്റ്സും ഒരുപാട് കല്ലുകളും സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകൾ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചുറ്റുന്നു. നമ്മുടെ സൂര്യനും കോടിക്കണക്കിന് സ്റ്റാർസും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ചുറ്റുന്നു. ഇതിന്റെ പേര് സെജിറ്റേറിയസ് A സ്റ്റാർ എന്നാണ്. ഇതെല്ലാം കൂടി ഉണ്ടാവുന്ന ഒരു ഫോർമേഷനെയാണ് നമ്മൾ ഗാലക്സി എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമി നിൽക്കുന്ന ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ ഗാലക്സി. നമ്മുടെ ഗാലക്സിയുടെ വലുപ്പം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീമാണ്. അതായത് നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകാനായിട്ട് 1,00,000 ലൈറ്റ് ഇയേഴ്സ് എടുക്കും. അതായത് ഒരു ലൈറ്റ് ബീമിന് നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകണമെങ്കിൽ 1,00,000 വർഷങ്ങൾ എടുക്കും. ഇനി നമ്മുടെ സ്പൈറൽ ഗാലക്സിനെ ഒന്ന് സൂം ഇൻ ചെയ്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അടുത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത്. ഈ സ്റ്റാർ നമ്മുടെ സൂര്യൻ തമ്മിൽ ഏകദേശം 4.4 ലൈറ്റ് ഇയേഴ്സ് ദൂരത്തിലാണുള്ളത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗാലക്സിയിൽ കോടിക്കണക്കിന് സ്റ്റാർസ് കണ്ടുവരുന്നുണ്ട്. ഏകദേശം 100 ബില്യണോളം സ്റ്റാർസ് കണ്ടുവരുന്നുണ്ട്. ഈ സ്റ്റാറുകളിൽ മിക്കതിൽ പ്ലാനറ്റ്സും കണ്ടുവരുന്നുണ്ട്. ഇതിൽ 20% പ്ലാനറ്റ്സ് ഹാബിറ്റബിൾ സോളാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിനെ പോലെ ഒരു ഹാബിറ്റബിൾ സോളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏലിയൻസ് ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഭൂമിനെ പോലെ നമ്മുടെ ഭൂമിനെക്കാട്ടും വലിയ പ്ലാനറ്റ്സ് ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഒന്നുകൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി പോലെ ഒരുപാട് ഗാലക്സികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വലുതും ചെറുതുമായ ഒരുപാട് ഗാലക്സികൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഗാലക്സിയുടെ തൊട്ടടുത്തോട്ട ഗാലക്സിയുടെ പേരാണ് ആൻഡ്രോമേഡ ഗാലക്സി. ഇത് നമ്മുടെ ഗാലക്സിനെക്കാളും ഏകദേശം 2 ഇരട്ടി വലിപ്പം കൂടിയ ഗാലക്സിയാണ്. അങ്ങനെ ഈ 50ഓളം ഗാലക്സികളൊക്കെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അതിന്റെ സ്വന്തം ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിനിൽ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ലോക്കൽ ഗാലക്സി ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഈ ക്ലസ്റ്ററിന്റെ വലിപ്പം ഏകദേശം 1 കോടി ലൈറ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇവിടെ നിന്ന് ഒന്നും കൂടി നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ലോക്കൽ ഗാലക്സി ക്ലസ്റ്റേഴ്സ് കാണാൻ പറ്റും.
അങ്ങനെ ഏകദേശം 100ഓളം ലോക്കൽ ഗാലക്സി ക്ലസ്റ്റേഴ്സ് സ്വന്തം ഗ്രാവിറ്റേഷൻ ഡിസിപ്ലിനിൽ നിൽക്കുന്ന ആ ഒരു സൂപ്പർ ക്ലസ്റ്ററിനെയാണ് നമ്മൾ വെർഗോ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വലിപ്പം കേട്ടാൽ നീ ശരിക്കും ഞെട്ടും. ഏകദേശം 110 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് ഇതിന്റെ വലിപ്പം. നീ ജസ്റ്റ് ആലോചിച്ച് നോക്കാം, നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് വെറും 1.5 ലൈറ്റ് ഇയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 110 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ എന്തോരം വലുതായെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. എടാ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു ഏലിയൻസിനെ പറ്റിയിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്ത ഒരു സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സിൽ നമ്മളെ മാത്രമേ ഉള്ളൂ, ഏലിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഞാൻ കുറെ കമന്റ്സ് കണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കണക്ക് പറഞ്ഞുതരാം. വിർഗോ എന്ന് പറഞ്ഞ സൂപ്പർ ക്ലസ്റ്ററിനകത്ത് ഏകദേശം 100ഓളം ലോക്കൽ ഗാലക്സി ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലോക്കൽ ഗാലക്സി ക്ലസ്റ്ററിന്റെ അകത്ത് ഏകദേശം 50ഓളം ചെറുതും വലുതുമായിട്ടുള്ള ഗാലക്സികളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ഡേറ്റ നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഏകദേശം 100 ബില്യണോളം സ്റ്റാർസ് ഉണ്ട്. അത് തന്നെ ഏകദേശം 100 ബില്യണോളം പ്ലാനറ്റ്സും ഉണ്ട്. അതിൽ ഏകദേശം 20% പ്ലാനറ്റ്സ് ഹാബിറ്റബിൾ സോളിലും കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഗാലക്സിയിൽ 100 ബില്യൺ പ്ലാനറ്റ്സിൽ 20%, അതായത് 20 ബില്യൺ പ്ലാനറ്റ്സ് ഇൻറ്റു നമ്മുടെ ലോക്കൽ ഗാലക്സി ക്ലസ്റ്റേഴ്സിൽ ഏകദേശം 50ഓളം ഗാലക്സികളുണ്ട്. ഓക്കെ, അപ്പോൾ 20 ബില്യൺ ഇൻറ്റു 50. പിന്നെ ഈ സൂപ്പർ ക്ലസ്റ്റേഴ്സിന്റെ അകത്ത് ഏകദേശം 100ഓളം ലോക്കൽ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇത് ബ്രാക്കറ്റിലാക്കിയിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ സൂപ്പർ ക്ലസ്റ്ററിന്റെ അകത്ത് എന്തോരം ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന പ്ലാനറ്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ദയവേത് ഈ യൂണിവേഴ്സിൽ നമ്മൾ മാത്രമേ ജീവനോടെ നിൽക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. എവിടേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ബബിളിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്തുകൊണ്ട് ഏലിയൻസ് നമ്മളെ കണ്ടുപിടിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഏലിയൻസിനെ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോ ചെറിയ സൂപ്പർ ക്ലസ്റ്റർ എന്നല്ലേ പറഞ്ഞത്, ഒന്നുകൂടി ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. വെർഗോ പോലെ ഒരുപാട് സൂപ്പർ ക്ലസ്റ്റേഴ്സ് കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജൈഗാന്റിക് സൂപ്പർ ക്ലസ്റ്ററിനെയാണ് നമ്മൾ ലാനിയാക്കിയ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വലിപ്പം കേട്ടാൽ നിന്റെ കിളി മിക്കവാറും പോകും. കാരണം ഏകദേശം 500 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് ഇതിന്റെ വലിപ്പം. അയ്യോ, അപ്പൊ നമ്മുടെ സോളാർ സിസ്റ്റം എവിടെ പോയി? എവിടെ പോയി? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ ചെറുതാക്കി കാണിച്ചു തരാമെന്ന്. ഒരു സംഭവം കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളെല്ലാവരും, അതായത് ഗാലക്സി എല്ലാം കൂടി ഏകദേശം 6000 km/s സ്പീഡിൽ ഒരു സംഭവത്തെ പോയി ഇടിക്കാൻ പോവുകയാണ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ച ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് അനോമലിനെയാണ്. അതായത് ഒരു മിസ്റ്റീരിയസ് റീജിയൻ ഓഫ് സ്പേസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ എല്ലാ സംഭവങ്ങളും, അതായത് ഗാലക്സിയും കാര്യങ്ങളൊക്കെ ഈ സംഭവത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിന് മതപരമായിട്ട് ഒരു അർത്ഥം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ റിലീജിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴേ ക്ലിയർ ചെയ്യാം, ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ അതെനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. ഒന്നുകൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് കാണാൻ പറ്റും. അതായത് ഭൂമിന് സെന്ററിൽ വെച്ചിട്ട് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഡയാമീറ്റർ ആക്കി എടുത്തിട്ട് ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിനെ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനപ്പുറം എന്തുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഇത്രേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ആ ഒരു പോയിന്റില്, ആ പോയിന്റ് കഴിഞ്ഞാലാണ് ശരിക്കും യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ശരിക്കുള്ള യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പോട്ടെ. നീ ഇതെങ്ങോട്ട് പോണു? ഞാൻ പോയി തല വെള്ളത്തിൽ ഇട്ടിട്ടും വരാം.